ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റീസ് ധരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ഞാൻ ടൈറ്റ് ആയിട്ടുള്ള അല്ല ധരിക്കുന്നത്, കാരണം ഞാൻ കംഫർട്ടബിൾ ആണല്ലോ. ടൈറ്റ് ആയിട്ടായിരിക്കുമ്പോൾ കുറച്ചൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ശീലിച്ച് വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് ആണെങ്കിൽ പോലും നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ, പീരീഡ്സിൻ്റെ സമയത്തൊക്കെ പാഡൊക്കെ യൂസ് ചെയ്യുന്നവർ കറക്റ്റ് പൊസിഷനിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റീസ് ധരിക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു ശീലമായി പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണ്, ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ലോ വേസ്റ്റ് പാൻറ്റോ ബെൽറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇടുപ്പലിൻ്റെ മുകളിലൂടെ ലാറ്ററൽ ഫെമറൽ ക്യൂട്ടേനിയസ് നെർവ് എന്ന് പറയുന്ന നെർവ് പാസ് ചെയ്ത് പോകുന്നത്. അതൊരു സൂപ്പർഫിഷ്യൽ നെർവാണ്. അപ്പോൾ നമ്മൾ ഈ പാൻറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ ഇലാസ്റ്റിക് പോയിട്ട് കംപ്രസ് ചെയ്യുന്നത് ഈ നെർവിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ഈ നെർവ് പാസ് ചെയ്ത് പോകുന്ന ഭാഗത്തൊക്കെ നമുക്ക് വേദന, തരിപ്പ്, പുകച്ചിൽ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡറി സിംറ്റമായിട്ട് നമുക്ക് ചിലപ്പോൾ ലോ ബാക്ക് ഏക്കും ഉണ്ടാവും, നടുവേദനയും വരാം. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കത് മനസ്സിലാവില്ല, ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് നടുവേദന അല്ലെങ്കിൽ കാലുവേദന ഉണ്ടായിരിക്കുന്നത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇതിന് മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ നടുവേദനയ്ക്ക് മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ ബാമോ ഓയിലോ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ താൽക്കാലികമായ ആശ്വാസം കിട്ടും, പിന്നെ വേദന വരും. അങ്ങനെ മാറാത്ത വേദന പോലെ ഇതിങ്ങനെ കൊണ്ട് നടക്കും. ഇപ്പം നടുവേദന ഉണ്ടാവുക അല്ലെങ്കിൽ കാലുവേദന ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ റീസൺ അല്ല, ഒരുപാട് റീസൺ വേറെ ഉണ്ട്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കോസാണ്. മിക്ക കേസുകളിലും ഇത് അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ നടുവേദന മാറില്ല എന്നൊരു ഇതിൽ വരെ ചിലപ്പോൾ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. കാലിലേക്ക് വേദന ഇറങ്ങുന്നുണ്ട്, തൊടയുടെ സൈഡിൽ വേദന ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല അത് എന്ത് കോസ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുക. നിങ്ങളുടെ സൈസിൽ നിന്ന് കുറച്ച് കൂടുതൽ സൈസുള്ളത് വാങ്ങിയിട്ട് ലൂസായത് യൂസ് ചെയ്യുക. രാത്രിയൊക്കെ പാൻറ്റീസ് യൂസ് ചെയ്യാതെ കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനെ ഈ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വേദന ഉണ്ടായിട്ടുള്ളത് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ ഈ പെയിൻ റിലീവ് ആവും.